അടുത്ത ചോദ്യമാണ്, അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. ഉദാഹരണമായി 46764 ഇത്തരം സംഖ്യകളെ ഇരുവഴി സംഖ്യകൾ അഥവാ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ചോദ്യം നമ്പർ 1, രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ്? മൂന്നക്ക സംഖ്യകളിലോ നാലക്ക സംഖ്യകളായാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വായിക്കുമ്പോഴും ഇങ്ങോട്ട് വായിക്കുമ്പോഴും ഒരേപോലെ തന്നെ വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 3 3 2, അതായത് ഇവിടുന്ന് വായിക്കുമ്പോഴും ഒരേപോലെ തന്നെ തോന്നിക്കുന്ന തരം നമ്പറുകളെയാണ് നമ്മൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ് അഥവാ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ തന്നെ ഫീൽ ചെയ്യുന്ന സംഖ്യകളെന്ന് പറയുന്നത് 11, 22, 33, 44, 55, 66, 77, 88, 99 ഇത്രയും സംഖ്യകളാണ് ഇരുവഴി സംഖ്യകൾ. രണ്ടക്ക സംഖ്യകൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 9 നമ്പേഴ്സ് കേട്ടോ. 9 സംഖ്യകളാണ് ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരുപോലെ തോന്നിക്കുന്നത് 9 നമ്പേഴ്സാണ്. ഇനി മൂന്നക്ക സംഖ്യകൾ ഇരുവഴി സംഖ്യകളായിട്ട് വരെ 3 ഡിജിറ്റ് വരുന്നവർ ആരൊക്കെ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, 11 എന്നുള്ള സംഖ്യ നമ്മൾ 11ൻ്റെ ഇടയിൽ നമുക്ക് 1 1 ചേർത്താൽ വരും. 1 2 1, 1 3 1, 1 4 1, 1 5 1, 1 6 1, 1 7 1, 1 8 1, 1 9 1 ഇതുവരെ 9 എണ്ണം ഉണ്ട്. അതുപോലെ നമ്മൾ 22 എടുത്താൽ അതിൻ്റെ ഇടയിൽ 22ൻ്റെ ഇടയിൽ 2 0 1 2 ചേർക്കാം. അവിടെ ഒരാളൂടെ ഉണ്ട് കേട്ടോ, 101. ഇത് 10 സംഖ്യയുണ്ട്, അതുപോലെ ഇത് 10 സംഖ്യയുണ്ട്. അപ്പോൾ നോക്കുക, 2 ഡിജിറ്റ് നമ്പേഴ്സ് സെയിം ആയിട്ടുള്ള 9 പേരുണ്ട്. ആ 9 ഓരോന്നിനും എത്ര എണ്ണം വീതമുണ്ട്? 10 എണ്ണം വീതം. അപ്പോൾ 9 × 10 90 എണ്ണം ഉണ്ട്. 90 നമ്പേഴ്സ് ഉണ്ടാവും. 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇരുവഴി സംഖ്യകളായിട്ട് വരുന്നത് മനസ്സിലായോ? അതായത് 22, 11, 22, 33, 44, 55, 66, 77, 88, 99 ഇത്രയും നമ്പേഴ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇരുവഴി സംഖ്യകൾ 0 to 9 വരെ എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ 10 എണ്ണം കിട്ടും, ഇവിടെയും 10 എണ്ണം കിട്ടും. അങ്ങനെ എത്ര 10 എണ്ണം കിട്ടും? 9 എണ്ണം. സോ 9 × 10 90 നമ്പേഴ്സ് ആയിരിക്കും പാലിൻഡ്രോമിക് നമ്പേഴ്സ് 3 ഡിജിറ്റിനകത്തുള്ളത്. പാലിൻഡ്രോമിക് സംഖ്യകൾ 4 ഡിജിറ്റ്സ് 4 അക്ക സംഖ്യകൾ വന്നാൽ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ഡിജിറ്റ് എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ തോന്നിക്കുന്ന സംഖ്യകൾ എഴുതുമ്പോൾ 1 1 1 ഇങ്ങനെ എഴുതാം. പിന്നെ ഇന്ന എഴുതാം 1 2 2 1, 1 3 3 1. ശരിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ തോന്നിക്കുന്ന നമ്പേഴ്സ് 1 3 3 1, 1 4 4 1, 1 5 5 1, 1 6 6 1, 1 7 7 1, 1 8 8 1, 1 9 9 1. ശരിയല്ലേ? ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരുപോലെ തോന്നിക്കുന്ന. അപ്പോൾ ഇതേപോലെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 0 കൂടെ എഴുതാമേ. 1 0 0 1 അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ തോന്നിക്കുന്ന ഇത് 10 നമ്പേഴ്സ് ഉണ്ട്. സോ എന്ത് നമുക്ക് എഴുതാം? ഇതേപോലെയുള്ള 2 2 2 അടുപ്പിച്ച് എഴുതിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരേപോലെ 10 നമ്പേഴ്സ് എഴുതാം. അതായത് 2 0 0, 2 1 1 2, 2 2 2 2 ഇതെല്ലാം നമുക്ക് റിവേഴ്സ് വായിക്കുമ്പോഴും ഫ്രണ്ടിലേക്ക് ഫോർവേഡ് വായിക്കുമ്പോഴും ഒരേപോലെ ഫീൽ ചെയ്യുന്ന നമ്പേഴ്സ്, അതായത് പാലിൻഡ്രോമിക് സംഖ്യകൾ. അങ്ങനെ ഇത് എത്ര ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഈ രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് 11 അകലത്ത് എഴുതി, 22 എഴുതി, 33 എഴുതി, അങ്ങനെ നമുക്ക് 9 നമ്പേഴ്സിൻ്റെ 9 എല്ലാ കോളത്തിലും 10 നമ്പേഴ്സ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് 4 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് 9 × 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 നമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ?